അപ്പോൾ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഇനി വിശദമായി നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ DGMO തല ചർച്ച ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 12 മണിക്കാണ് നിർണായകമായി ഈ ചർച്ച. പാക് DGMOയെ അല്ലാതെ മറ്റാരെയും ചർച്ചയുടെ ഭാഗമാക്കില്ലെന്ന് ഇന്നലെ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഘായ് വ്യക്തമാക്കിയിരുന്നു. വെടിനിർത്തൽ ധാരണയ്ക്ക് പിന്നാലെ അതിർത്തി മേഖലകളിൽ ഇന്നലെ ആശ്വാസത്തിന്റെ രാത്രിയായിരുന്നു. അതീവ ജാഗ്രതയിലാണ് പക്ഷേ ഇപ്പോഴും അതിർത്തി സംസ്ഥാനങ്ങൾ. വിവരങ്ങളുമായി MG മിഥുൻ ഒരിക്കൽ കൂടി ചേർന്നു. മിഥുൻ, വളരെ വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ്. കാരണം ഒരു ധാരണയുണ്ടായി കഴിഞ്ഞ് മണിക്കൂറുകൾക്കകം അത് ലംഘിച്ച പാകിസ്ഥാനാണ്. സ്വാഭാവികമായും ആ ധാരണയിൽ അടിയുറച്ച് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായ ഉറപ്പുകൾ വേണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന്. ഇന്ന് DGMO തല ചർച്ചയിൽ അങ്ങനെയുള്ള ഉറപ്പുകൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, ഉച്ചയ്ക്ക് 12 മണിക്കാണ് DGMO തലത്തിലുള്ള യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. അതിൽ പാകിസ്ഥാനിൽ നിന്നുള്ള DGMO തന്നെ പങ്കെടുക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഇന്ത്യ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. മറ്റാരുമായും സഹകരിക്കാനാകില്ല എന്ന് ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും അവിടെ നിന്ന് ഒരു അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയോ ഇത് സംബന്ധിച്ച് പുറത്തു വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ 12 മണിക്കാണ് യോഗം ചേരുന്നത്. അടുത്ത ഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന സംഘർഷത്തിന്റെ ഒരു തുടർച്ച ഉണ്ടാകാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം ഇന്നത്തെ യോഗത്തിൽ മുന്നോട്ട് വെക്കാനുള്ള സാധ്യത തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരു നിലവിൽ ഒരു കരാർ ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ അതൊരു സമ്പൂർണ്ണ വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഇന്നുണ്ടാകും. ഒരു തരത്തിലും ഇനി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകരുത്. ഉണ്ടായാൽ അത് ഒരു യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതുകൊണ്ട് നിലവിൽ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സേനാ വിഭാഗങ്ങളെ കൂടുതൽ അതിർത്തി മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ. ആ സേനാ വിഭാഗങ്ങളെ തൽക്കാലം പിൻവലിക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇന്ത്യ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ആ ഒരു സുരക്ഷ അതിർത്തി പ്രദേശങ്ങളിൽ തുടരട്ടെ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കഴിഞ്ഞ ദിവസം നമുക്കറിയാം സമാധാനത്തിന്റെ ചില രാത്രികൾ തന്നെയായിരുന്നു, ആശ്വാസത്തിന്റെ രാത്രി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം. ചിലയിടത്ത്, അതായത് രാജസ്ഥാനിലെ ബാർമറിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരിടത്തും ഇത്തരത്തിൽ പാക് പ്രകോപനം ഉണ്ടാകുന്ന തരത്തിൽ ഒന്നും തന്നെ കണ്ടെത്താനായില്ല. അത്തരത്തിലുള്ളൊരു അതിർത്തിയിൽ ഒരു അശാന്തിയുടെ നാളുകൾക്ക് ശേഷം ഇന്നലെ ഒരു ശാന്തിയുടെ രാത്രി നമുക്ക് കാണാൻ സാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ അതിർത്തിയിലുള്ള പ്രദേശങ്ങളിലുള്ള ഗ്രാമീണ മേഖലകൾക്ക് സുഖമായി ഉറങ്ങാൻ, സൈന്യത്തിന്റെ തണലിൽ സുഖമായി ഉറങ്ങാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. എന്തായാലും അത്തരത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവ് വന്ന ദിവസം കൂടിയായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. എന്തായാലും നിലവിൽ ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. ഒരു തരത്തിലും എസ്കലേറ്റ് ചെയ്ത് മറ്റൊരു യുദ്ധപ്രഖ്യാപനത്തിലേക്ക് പോകാൻ പാടില്ല. ഇനിയൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തൊന്നും ഉണ്ടാകരുത്. അത്തരത്തിൽ വെടിനിർത്തൽ ചർച്ചകൾക്കിടെ അല്ലെങ്കിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും വീണ്ടും പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലൊരു സാഹചര്യം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് ഇനി ഉണ്ടാകരുത്. അതിൽ കൃത്യമായ ഉറപ്പ് ഇന്ന് നൽകണം എന്ന് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും പ്രധാനമായും DGMO തലത്തിൽ ഉയർന്നു വരാനുള്ള സാധ്യത. ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ കൂടി ഒരു വ്യക്തത ഇന്ത്യ തേടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിൽ 12 മണിക്കാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഇന്ത്യയെ സംബന്ധിച്ച് അതിർത്തി സംസ്ഥാനങ്ങളായിട്ടുള്ള രാജസ്ഥാൻ, ജമ്മു കാശ്മീർ, ഒപ്പം തന്നെ പഞ്ചാബ്, ഗുജറാത്ത് അടക്കമുള്ള മേഖലകളിൽ പഞ്ചാബിൽ ഇത്തരത്തിൽ 13-ാം തീയതി വരെ സ്കൂളുകളും മറ്റ് യൂണിവേഴ്സിറ്റികളും ഒക്കെ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇന്നു മുതൽ ഈ സ്കൂളുകൾ പുനരാരംഭിക്കുകയാണ്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്ന സാഹചര്യം യൂണിവേഴ്സിറ്റികളെല്ലാം തന്നെ ഓപ്പൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ കേരളത്തിൽ നിന്ന് മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ തിരികെ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നാട്ടിലേക്ക് എത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. ഇവർക്കൊക്കെ ഇനി സുഖമായി തിരികെ യൂണിവേഴ്സിറ്റിയിലേക്ക് മടങ്ങാമെന്നുള്ളൊരു അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അങ്ങനെ പൂർണ്ണമായും ഒരു സംഘർഷത്തിന്റെ ഒരാഴ്ചയ്ക്ക് ശേഷം ഒരു നല്ലൊരു പ്രഭാതത്തിലേക്കാണ് എത്തിയിരിക്കുന്നതെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതേ രീതിയിൽ തന്നെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് കരുതാം. ശ്രീജ, മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിത്. അത് ഇന്നലെ ഒരു ശാന്തിയുടെ രാത്രിയാണ് കടന്നുപോയതെങ്കിലും ഇനിയുള്ള ദിവസങ്ങളും അതിർത്തിയിൽ ശാന്തി പുലരേണ്ടതുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ നമുക്കറിയാം എത്രത്തോളം സംഘർഷഭരിതമായിരുന്നുവെന്ന്. അതിന് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഒരു ഉറപ്പാണ് വേണ്ടത്. കാരണം ഒരു ധാരണ നിലവിൽ വന്ന് മണിക്കൂറുകൾക്കകം അത് ലംഘിക്കാൻ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഇനി അത്തരം
അവിവേകങ്ങൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്ന് ഉറപ്പുവേണം. ഇന്നലത്തെ വാർത്താ സമ്മേളനം വളരെ ശ്രദ്ധേയമായിരുന്നു. സൈനിക മേധാവിമാർ വന്ന് വളരെ കൃത്യമായി തെളിവുകൾ സഹിതമാണ് എന്തൊക്കെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ നടപടി എന്ന കാര്യത്തിലൊക്കെ വിശദീകരണം നൽകിയത്. അപ്പോൾ സ്വാഭാവികമായും ഇരുപക്ഷത്തും നഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കാണും. പക്ഷേ ശാന്തി, സമാധാനം ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ത്യ പ്രകോപനമുണ്ടായാൽ എങ്ങനെ തിരിച്ചടിക്കുമെന്ന് ലോകത്തിന് മുന്നിൽ വെളിവാക്കി കഴിഞ്ഞു. ഇനി അതിനും അപ്പുറത്തൊരു ശാന്തിയുടെ സന്ദേശമാണ് വേണ്ടത്. അത് ഇന്നത്തെ ചർച്ചയിൽ ഉണ്ടാകും. ഒരു ധാരണ, കൃത്യമായൊരു ധാരണ, പാലിക്കപ്പെടുന്ന ധാരണ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.